പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണ. അങ്ങനെ രണ്ടു തരത്തിലും പറയണ്ടേ. അത് ഷെഫ് സുരേഷ് പിള്ളേരെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും, നമുക്ക് വേറെയും 2 ചാനലുകളും കൂടി ഉള്ള കാര്യം നിങ്ങളിൽ ഒരുവിധം പേർക്കൊക്കെ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാ പറയണ കേട്ടാ. അജൂസ് ലേണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അത് എൻ്റെ ചാനൽ. അതിൽ ട്യൂഷൻ ക്ലാസ് പോലെയാണ് കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്ന വിധത്തിൽ 6, 7, 8, 9 ക്ലാസ്സുകളുടെ മാത്സ് ആണ് മെയിനായിട്ടും. സയൻസും ഇട്ടിട്ടുണ്ട് കുറച്ച്. മാത്സ് ആണ് കൂടുതൽ. സ്റ്റേറ്റ് സിലബസ് കേട്ടാ. അപ്പോൾ ആ അറിവിലൊക്കെ വല്ല കുട്ടികൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞ്, നിങ്ങളുടെ മക്കള് ഇങ്ങനെ പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറെ പേര് കയറിയിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല സരിത ക്ലാസ്സിനെ കുറിച്ച്. അവ കണ്ടു നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ട്, പഠിപ്പിക്കണമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം, നോക്കാം. പിന്നെ ആ ചാനൽ എന്ന് പറയണത് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ അതായത് കുട്ടികൾക്കുള്ള ചാനലാണല്ലോ. അപ്പം അങ്ങനെയുള്ള ചാനലുകൾക്ക് യൂട്യൂബ് തന്നെ അതിൻ്റെ കമൻസ് ഓഫാക്കി വെക്കും. അതുകൊണ്ട് എൻ്റെ വീഡിയോകൾക്ക് അതിൻ്റെ താഴെ കമൻസ് ഇടാനൊന്നും പറ്റില്ല. അത് ഞാനായിട്ട് ഓഫ് ചെയ്തതല്ല എന്ന് പറയരുത്. അപ്പം എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടാ. പിന്നെ നമുക്ക് രസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. അതിൽ 3 വീഡിയോ ഇട്ടുണ്ട്. അത് ആക്ഷേപഹാസ്യ പരിപാടിയാണ്. കുറച്ച് അഭിനയ താല്പര്യമൊക്കെ ഉള്ളവരാണെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് 3 വീഡിയോ. ആക്ഷേപഹാസ്യാണ്. ഞങ്ങളെ തന്നെ ട്രോളിയിട്ടുള്ളതാണ്. അത് കണ്ടിട്ട് ഇവരിങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് കേട്ടാ. അപ്പൊ അതിന്റെ ആ 3 വീഡിയോയുടെ ലിങ്കും ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫിഷ് നിർവ്വാണത്തിലേക്ക് പോവാം. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 പിലോപ്പിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. തിലാപ്പിയ ഈ മീനിനെ വെടുപ്പാക്കി വരയണം. ഇതിന്റെ ചതമ്പൽ വെറുതെ കളഞ്ഞിട്ട് ഈ സൈഡിലത്തെ ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇങ്ങനെ ആക്കാം. ഇനി മറ്റേനെ ആക്കാം. ഇപ്പം ഈ 2 നമ്മൾ ഇങ്ങനെ ചതമ്പൽ കളഞ്ഞു. ഇത് നല്ല പോലെ വൃത്തിയാവാനായിട്ട് ഇപ്പം ഈ കണ്ട ഒരു ബ്ലാക്ക് കളർ ഉണ്ടോ, ഇത് നന്നായി വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞു തന്ന വഴിയാണ് ഈ നമ്മുടെ കോൽപ്പുളി ഇല്ലേ, കോൽപ്പുളി വെള്ളമല്ലേ, കോൽപ്പുളി കളിക്കുക. കുറച്ച് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ വൃത്തിയായി പോകുമെന്ന് പറയുന്നു. നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നേരം ഇട്ടിട്ടൊന്ന് എടുക്കാം. 10 മിനിറ്റ് ഇട്ടിട്ടാ നമുക്കിത് എടുത്തിട്ടൊന്ന് അങ്ങനെ വാരണ്ടി വെക്കാം. അപ്പോൾ അറിയാമല്ലോ നമുക്ക് 10 മിനിറ്റ് പുളി വെള്ളത്തിലിട്ട സാധനം എങ്ങനെ ഇടുന്ന അറിയാം. നല്ലപോലെ വൃത്തിയുണ്ടല്ലോ. കണ്ട, നല്ലപോലെ വൃത്തിയുണ്ട്. ഞാൻ അത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ആ പുളിവെള്ളം സൂപ്പറാണ്. പണ്ടൊക്കെ കല്ലിമിട്ട് കുറച്ച് എന്തോരം പണിയെടുക്കണം. 2 വൃത്തിയായി. ബാക്കിയുള്ള കൈ കൊണ്ട് വെടുപ്പാക്കാം. ഇതിന് നമുക്ക് 2 നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം വെറുതെ. ഇനി ഇതിനെ നമ്മൾ നന്നായി ഒന്ന് വരയാം കേട്ടാ. മീൻ വറക്കണ പോലെ തന്നെ. നന്നായി കഴുകാം. നമ്മൾ മീൻ വരഞ്ഞത് കഴുകി കൊണ്ടുവന്നു. ഇനി നമ്മളൊരു മസാല കൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി കേട്ടോ,
ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ടത് മിക്സ് ചെയ്യാം. ഇനി ഇതുമേ തേച്ച് പിടിപ്പിക്കുക. നമ്മളിത് തേച്ച് പിടിപ്പിച്ചു. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വറക്കും. നമ്മൾ നിർവാണ ഫിഷ് ഉണ്ടാക്കാനായിട്ട് അത് അരമണിക്കൂറോളം മാറ്റി വെച്ചു. ആ സമയത്ത് ഗംഭീരമായൊരു മഴ പെയ്തു. നമ്മൾ പുറത്തടുപ്പ് ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചാലും അടുപ്പിൽ വെള്ളമായി. ഈ സൈഡിലൂടെ കൊലിച്ച് വെള്ളം വന്നു. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് തെക്കി കളഞ്ഞിട്ട് നമുക്ക് പരിപാടി ആരംഭിക്കും. മഴ വെള്ളേ അച്ഛൻ ഇതിന് മഴവെള്ള സംഭരണി എന്ന് പറയാറ്. നമ്മുടെ അച്ഛൻ മഴ പെയ്യുമ്പോൾ ഇതിൽ നിറച്ച് വെള്ളം നിൽക്കേ. അപ്പം അത്ര ഭയങ്കര മഴ പെയ്തില്ല, ഒരു ചെറിയൊരു മഴ. നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇടിവെട്ടുണ്ട്. മഴ ഏത് നിമിഷം അലക്കും. മണ്ണ് കത്തി പിടിക്കാന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ ജഗ് പറയുന്നത് ഇത്തിരി മണ്ണിടാൻ. അപ്പോൾ നനവ് പോകുന്നു. നമ്മളത് കത്തി പിടിപ്പിച്ച് അടന്നു. ഒക്കെ നനഞ്ഞതാ. നമ്മളെ വേറെ പയറ്റുണ്ട്. തീപിട്ടി തോന്നി, തീപിട്ടി. തീയേണ്ടത് കത്തി പിടിച്ചാൽ മതി, പിന്നെ അടിപൊളി. നല്ല ചൂട്. കത്തി പിടിയിട്ട കയ്യൊന്ന് കഴുകി നമ്മൾ മീൻ മറക്കാൻ പോകണം. നമ്മൾ മീൻ അരമണിക്കൂറിനേക്കാളൊക്കെ അധികം 1 മണിക്കൂറായി വെച്ചിട്ട് മഴ പെയ്ത കാരണം നിർത്തി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് വറക്കാൻ പോവാണ്. തീ വേണ്ട നന്നായി കത്തുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു മൺചട്ടിയിലാണ് മീൻ മറക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റ് ഇത് മുങ്ങി പോകാവോ? അതല്ല അത് എനിക്ക് വയ്ക്കാൻ പറ്റാൻ. ഓക്കെ. നമ്മുടെ പാത്രം അടുപ്പത്ത് തീ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. തീ കത്താവുന്നായിരുന്നു പേടി. ഇപ്പൊ തീ വല്ലാണ്ട് കത്തുണ്ടല്ലോ. തീ കുറയ്ക്കാം. ചെറിയ തീ മതി വറക്കുമ്പോഴേ. നമ്മൾ ഇതിൻ്റെ അടിയിൽ 2 വേപ്പിലിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി നമ്മുടെ ഈ മീൻ ഇതിലെടുത്ത് വയ്ക്കുന്നു കേട്ടോ. അയ്യോ, ഇത് ഇങ്ങനെ വയ്ക്കണം. ഭയങ്കരമായിട്ട് തീയതിൻ്റെ മീൻ അടിപൊളിയാവുണ്ട്. സരിത കായ്ക്ക പിടിക്കുന്ന തുണി എടുത്തോണേ. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കണ്ട. നമുക്കിത് ഒന്ന് മറച്ചിടാം. തോന്നുന്നു മറച്ചിടാറായി തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത്. അത്രയ്ക്ക് മതിയില്ല. ഇവന മറിച്ചിട്ടു. നമ്മുടെ മീൻ വെന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഇതുകൂടി നോട്ടെ. നമ്മൾ ഇങ്ങനത്തെ ഒരു വാഴ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ചെറുതായിട്ടൊന്ന് ഞാനിന്ന് വാട്ടുണ്ട്.
അപ്പോൾ ഭയങ്കര ചൂട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വലിയ ചട്ടിയിലാണ്. ആ ചട്ടി അടുപ്പത്ത് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ വാളരിയില്ലേ ഇതിരിക്കേണ്ട വയ്ക്കുന്നു. ഇവിടെ ഇതിലേക്ക് തീയായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഇത്തിരി വേപ്പില. ഇനി നമ്മൾ മീൻ എടുത്ത് വയ്ക്കാൻ പോകണം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഒരെണ്ണം ഒരു സൈഡിൽ. ഭയങ്കര ചൂടുണ്ട്. അടുത്തത് 2 പേരെ വെച്ചു കേട്ടോ. നമ്മൾ ഈ 2 മീൻ വെച്ചു. ഇത് ഒരു നാളികേരത്തിൻ്റെ കട്ടിപ്പാലാണ്. 1.5 ഗ്ലാസ് പാലുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര സ്ട്രോങ് ആയിരിക്കും അറിയാം. അത് എനിക്ക് വയ്ക്കുന്നു കേട്ടോ ഈ മീനിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇതിങ്ങനെ അരിഞ്ഞത് അതിടുന്നു. പിന്നെ ഇത്തിരി ഇഞ്ചി കുനുകുനുന്ന് അരിഞ്ഞത് അതിടുന്നു. ഇത്തിരി കുരുമുളക് പൊടി ഇടുന്നു. ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മീതെ ഒരു ഇല കൊണ്ട് നമ്മൾ മൂടി വയ്ക്കുന്നു. ഇനി നമ്മൾ ഈ നിർവാണ ചിക്കൻ അല്ല എപ്പോഴും നിർവാണ ചിക്കനാണ് വരുന്നത്. നിർവാണ ഫിഷിനെ നമ്മൾ ഒരു 15 മിനിറ്റ് ആക്കണം ഇങ്ങനെ ഇതിൽ വെച്ചിരിക്കുന്നു. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തീ നന്നായി കത്തണമെങ്കിൽ 5 മിനിറ്റ് വേണ്ട കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയോണം. എല്ലാ പ്രശ്നങ്ങളുണ്ടാവുന്ന ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമല്ല ചെയ്യുന്നത്. അപ്പോൾ തീയാണെങ്കിൽ നന്നായി കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 5-6 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം എന്താണ് സംഭവിക്കുന്നത് അറിയാലോ. ഇതായിരിക്കും കിടന്നാണ് തിളക്കിൻ്റെ കേട്ടാ. അടച്ചനെ വയ്ക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ല. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ. നമുക്ക് മൂടി വയ്ക്കാം. കുഴപ്പങ്ങളൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല ചേട്ടൻ. അല്ല ഇല കരിഞ്ഞ് നശിപ്പിച്ചു അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പഴുതുണ്ട്. അതിന് ഇതിൻ്റെ മീതെ ഒരു ഇലയും കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പോകണ്ട. നമുക്കത് അല്പം കഴിഞ്ഞ് എടുക്കാം കേട്ടാ. ഇത് ഈ റെസിപ്പി ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മായിയുടെ മോളുടെ ബിന്ദുചേച്ചിയുടെ മോൻ അച്ചുവാട്ടാ. അവനാണ് എനിക്ക് അതിൻ്റെ റെസിപ്പി അയച്ചു തന്നത്. ഇത് ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണിത്. ടിക്ടോക്കിലൊക്കെ ഇപ്പോൾ ഇതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ റെസിപ്പി കേട്ടപ്പോൾ ഇതൊരു ഭയങ്കര വെറൈറ്റി ആണല്ലോ. നമ്മൾ സാധാരണ മീൻ കറി വെക്കണ പോലെ ഒന്നല്ലല്ലോ. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് നോക്കിയിട്ട് നന്നായെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ ഈ മീൻ തിലോപ്പി കിട്ടിയപ്പോൾ ഇത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ തിലോപ്പി കൊണ്ട് ചെയ്യേണ്ട ഇതല്ല. കടൽ മീനുകളില്ലേ, ആവൂലി പിന്നെ വെട്ടുമീൻ, അറക്കാന്ന് പറയണ മീൻ അതൊക്കെയാണ്. ഇപ്പൊ കടൽ മീൻ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ ഇതോട് ചെയ്തു മാത്രം. ഇത് ആദ്യം ചെയ്ത് നോക്കിയിട്ട് നന്നായെങ്കിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേ. പിന്നെ തോന്നി എന്തിട്ടേലും സോപ്പാവാണെങ്കിലും നന്നാവാണെങ്കിലും അത് നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. എന്താവും എന്നറിയില്ല. ചിക്കനോട്ടും ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ സാധനം തുറന്നു നോക്കിയോ കേട്ടാ. ആ കരിയായിരിക്കും വീഴാണ്ട് മാറ്റി നമ്മൾ മൂടിയിരിക്കില്ല എന്തായാലും. നാളികേരം പാലൊക്കെ വറ്റി തുടങ്ങി. അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമ്മുടെ പരിപാടി. ഉപ്പ് നോക്കി നോക്കാം നമുക്ക്. ഇതിൻ്റെ ഉപ്പ് നോക്കി വേണമല്ലോ. ബാക്കി എന്തില്ലെങ്കിലും നമ്മളിത് ഇറക്കാൻ പോകണം കേട്ടാ. ഇറക്കി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചൂടുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടാ. സാധനം ഇതിനോട് എടുക്കാൻ പറ്റുമോ നോട്ടെ. നമ്മളിതിലേക്ക് ശരിക്കും വെച്ചു കേട്ടാ. ഇതിൻ്റെ അടിയിലൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. കറക്റ്റായിട്ട് നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് നമ്മുടെ മീൻ ശരിക്കും സെറ്റാക്കി. സത്യമായിട്ടും
ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് വായിലേക്കാൻ കൊള്ളില്ല എന്നാട്ടാ. നല്ല രസമുണ്ട്. ഫിലോപ്പി ആയതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കണ, കാരണം മുള്ള് നല്ലോണം ഉണ്ടാവേ. കറക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിയണ സമയത്തേക്ക് മഴ പെയ്യണ സൗണ്ട് കേൾക്കില്ലേ പുറത്ത്? അവർ കുറച്ച് സമയത്തൊന്നും മഴ മാറി നിന്നു. മുള്ളു 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 നല്ല രസമുണ്ട്. ഇത് കൂടി ചോറുന്നാരൊന്നും അങ്ങനെ പറ്റില്ല അല്ലേ? ഫിലോപ്പി അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നു. ടേസ്റ്റ് ഉണ്ടായേനെ. ഫിലോപ്പി ആയിട്ട് ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നെയ്മീനൊക്കെ ആകുമ്പോഴേ ചിലപ്പോൾ സൂപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ആവോലിയൊക്കെ മീനിനും ഒരു ടേസ്റ്റ്. ഇതിന്റെ ചാറില്ല, അതും ഭയങ്കര രസാ, ശരിക്കും ക്രീം പോലെ. നാളികേരത്തിന്റെ കട്ടിപ്പാലല്ല, ഒന്നാം പാല്. അപ്പൊ ഒരു ക്രീം പോലെ, ഇത്തിരി ഒരു മധുരം പോലെ നിൽക്കണേ. എല്ലാം കൂടിയിട്ട് ഒരൊറ്റ പാലാക്കി ചെയ്തേ. അതിനെത്ര കട്ടി? കൊറേ വെള്ളം ഒഴിച്ച് മിക്സിയിലടിക്കരുത് കേട്ടാ. ഈ വില കൂടിയ മീനുകൾ, അതായത് നമ്മുടെ ആവോലി, നെയ്മീൻ, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനുകൾക്ക് ഈ ഫിലോപ്പിയേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ ടേസ്റ്റും ഇതും കൂടി ആകുമ്പോൾ സൂപ്പറായിരിക്കും തോന്നുന്നു. അപ്പൊ ഇത് വെക്കിനോട് കുഴപ്പമില്ല എന്നാണ്. അപ്പോ ഷെഫ് പിള്ളക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ അല്ലേ? ആളല്ലേ ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നന്നായി. അപ്പൊ നമുക്ക് ഇതിന് ഞങ്ങൾക്ക് കഴിക്കണം, സൂക്ഷിച്ച് കഴിക്കണം. ഇതിന് മുള്ളുണ്ടാവില്ല. അതുകൊണ്ട് കഴിക്കണേക്ക് നല്ല ശ്രദ്ധ വേണം. അപ്പൊ ഇത് കഥയൊന്നും പറയാൻ നേരില്ല, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ധൃതി പിടിച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾ സമാധാനപരമായിട്ട് ചെയ്താൽ മതിട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.